ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് ദുറൂസുൽ അഖായിദയിലെ അൽ വഹദത്തു റാബി 4ാമത്തെ പാഠം ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഈ പാഠഭാഗം 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ 10ാമത്തെ പാഠമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അല്ലാഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആലയുടെ പേരും അവൻ്റെ മറ്റു വിശേഷണങ്ങളും നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? അഹ്മദ് ചോദിച്ചു. അതിനാണ് അല്ലാഹു തആല നബിമാരെ അയച്ചത്. അല്ലാഹു തആല പറയുന്നു, ഹുവല്ലാഹു ഖാലിഖുൽ ബാരിഉ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു തആല സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ്. നല്ല നാമങ്ങളെല്ലാം അവനുള്ളതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന് അജയ്യനും യുക്തിമാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലില്ലാഹി തിസ്അത്തു വതിസ്ഊന ഇസ്മൻ മിഅത്തു ഇല്ലാ വാഹിദത്തൻ ലാ യഹ്ഫളുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്. അവ ഹൃദ്യസ്ഥമാക്കിയവൻ നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. അത് മനപ്പാഠമാക്കിയവൻ നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്. അതാണ് അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അത് മനപ്പാഠമാക്കിയവൻ, ഹൃദ്യസ്ഥമാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അനസ് ചോദിച്ചു, ഏതൊക്കെയാണവ ഉസ്താദ്? നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ പാഠഭാഗത്തിൽ 99 നാമങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ അല്ലാഹുർ റഹ്മാനുർ റഹീം മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാർ. അപ്പം അങ്ങനെ മനപ്പാഠമാക്കിയിട്ട് 10 വെച്ചിട്ട് ദിവസവും പഠിച്ചാൽ മതി. അപ്പോൾ അത് ഓർഡറിൽ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അല്ലാഹു റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാർ. അങ്ങനെ ഒരേ ഈണത്തിൽ അതങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. ഇതിൻ്റെ അസ്മാഉൽ ഹുസ്നേൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അത് മാത്രം അതിൻ്റെ കൂടെ പറഞ്ഞു പഠിച്ചാലും മതി. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം ഇതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു ഒരുവനാണ് അല്ലേ. അപ്പോൾ അർ റഹ്മാൻ എന്ന് പറയാൻ പരമകാരുണ്യകൻ, റഹീം കരുണാനിധി, മലിക്ക് രാജാതിരാജൻ. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ അവസാനം എഴുതിയതുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് തരണ്ടേ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ അത് നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഈ ഇസ്മുകളോ ഇവയിൽ ചിലതോ മുഖേന അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കാൻ എളുപ്പമാണ്. ഖുർആൻ പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹ. അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു ഉമ്മതിക നാലിയതി ബിയദിക മാലിം ഫിയ്യ ഹുക്മുക അദ്ലും ഫിയ്യ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിഹി ഔ അൻസലതഹു ഫീ കിതാബിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബിയ ഖൽബി വനുസറ സദ്രി വജിലാഅ ഹുസ്നി വദഹബ ഹമ്മി. അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കും. അവന് സന്തോഷം പകരമായി നൽകും. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം നഖ്റഉ വനഫ്ഹമു, പാഠത്തിലെ ചില അറബി പദങ്ങളും അവയുടെ അർത്ഥവുമാണ്.
ഒക്കെ അർത്ഥമൊക്കെ മനസ്സിലാക്കുക. നമുക്ക് താഴെ നുജീബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അസ്മാഉൽ ഹുസ്നയുടെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഹദീസ് വേണമെന്നില്ല, അത് എഴുതിയാൽ മതി. അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്. അവ ഹൃദ്യസ്ഥമാക്കിയവന് നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഹദീസ് എഴുതുന്നില്ല, അർത്ഥം എഴുതിയാൽ മതി. അടുത്ത അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം എത്രയാണ്? തിസ്അത്തു വ തിസ്ഊന ഇസ്മൻ മിഅത്തുൻ. 99 നാമങ്ങളുണ്ട്. തിസ്അത്തു വ തിസ്ഊന ഇസ്മൻ മിഅത്തുൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. 99 നാമങ്ങളുണ്ട് അല്ലാഹു തആലക്ക്. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഹദീസ് ഇതാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹ. അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക. അപ്പോൾ ഹദീസും അർത്ഥവും മനസ്സിലാക്കി പഠിക്കുക. അവിടെ അർത്ഥം എഴുതി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്കുക. അടുത്തത് അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ നാം അറിഞ്ഞത് എങ്ങനെയാണ് നാം അറിഞ്ഞത്? അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നാം അറിഞ്ഞത്, അതിനാണ് അല്ലാഹു തആല നബിമാരെ അയച്ചത്. അല്ലാഹു തആല പറയുന്നു, ഹുവല്ലാഹു ഖാലിഖുൽ ബാരിഉ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു തആല സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ്. നല്ല നാമങ്ങളെല്ലാം അവനുള്ളതാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവന് അജയ്യനും യുക്തിമാനുമാണ്. അപ്പം അതിൻ്റെ ആൻസർ ഇതൊക്കെ മനസ്സിലാക്കാം. നമുക്കവിടെ അതിനാണ് അല്ലാഹു തആല നബിമാരെ അയച്ചത് എന്ന് എഴുതാം. അതിനാണ് നബിമാരെ അയച്ചത്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന നന്നായി മനസ്സിലാക്കിയാൽ അള്ളാഹുവിൻ്റെ വിശേഷണം നന്നായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നന്നായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാനത് ഇടുന്നതാണ് അർത്ഥങ്ങൾ. അപ്പം നമുക്ക് വിശേഷണങ്ങൾ അറിയാം. അൽ ഖാലിഖു സൃഷ്ടാവാണ്, അൽ ബാരിഉ സൃഷ്ടിക്കുന്നവനാണ്, അൽ മുസവ്വർ രൂപം നൽകുന്നവനാണ്. അങ്ങനെ ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ലില്ലാഹി ഡാഷ് ഇസ്മൻ. ലില്ലാഹി തിസ്അത്തു വ തിസ്ഊന. ലില്ലാഹി തിസ്അത്തു വ തിസ്ഊന ഇസ്മൻ. അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്. അപ്പോൾ അതാണ് അവിടെയൊക്കെ എഴുതേണ്ടത്. അടുത്തത് വലില്ലാഹിൽ അസ്മാഉ ഡാഷ് ഫദൂ ബിഹ. അസ്മാഉൽ ഹുസ്ന ഫദൂ ബിഹ. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂ ബിഹ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂ ബിഹ. ബിഹ അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക. അടുത്തത് ലാ യഹ്ഫളുഹ അഹദുൻ ഇല്ലാ ഡാഷ് ജന്ന. എന്താണ്? ലാ യഹ്ഫളുഹ അഹദുൻ ഇല്ലാ ദഹലൽ ജന്ന. ദഹലൽ ജന്ന. ഇല്ലാ വാഹിദതൻ ലാ യഹ്ഫളുഹ അഹദുൻ ഇല്ലാ ദഹലൽ ജന്ന. അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അവ ഹൃദ്യസ്ഥമാക്കിയാൽ നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവ ഹൃദയസ്ഥമാക്കിയവൻ നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കും. അടുത്ത തഹസീസ് പ്രവർത്തനമാണ് അസ്മാഉൽ ഹുസ്ന ചാർട്ടിൽ ഭംഗിയായി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അടുത്ത അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അത് നിത്യം ചൊല്ലുക. അസ്മാഉൽ ഹുസ്നൊക്കെ എന്നും ചൊല്ലാനൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത സൂറത്തുൽ അഷ്റിലെ 24-ാം ആയത്തിൻ്റെ ആശയം ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അത് ഏതായിരുന്നു ആ 24-ാമത്തെ ആയത്ത്? സൂറത്തുൽ അഷ്റിലെ 24-ാമത്തെ ആയത്താണ് ഇവിടെ പറയുന്നത്. ഹുവല്ലാഹു ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. 24-ാമത്തെ ആയത്ത് ഹഷർ സൂറത്ത്. എന്താണ് അതിൻ്റെ ആശയം? അല്ലാഹു തആല സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ്. നല്ല നാമങ്ങളെല്ലാം അവനുള്ളതാണ്. ആകാശഭൂമിയിലുള്ളതെല്ലാം അവൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ അജയനും യുക്തിമാനുമാണ്. അപ്പം അതിൻ്റെ ആശയം ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യാനാണ് തഹസീസ്. അപ്പം എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ പറയുക. അപ്പം എത്രയാണ് അസ്മാഉൽ ഹുസ്നയെക്കുറിച്ചുള്ള പാഠഭാഗം. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
99 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങളാണ് അതിൻ്റെ അർത്ഥങ്ങളും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ ഓരോ ദിവസവും 10 എണ്ണോ 20 എണ്ണോ വെച്ചിട്ട് അർത്ഥം കൂടി മനസ്സിലാക്കി പഠിക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും 20 നാമങ്ങളൊക്കെ എഴുതാൻ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അല്ലാഹു തആല അതൊരു ജാരിയായ സദഖയായി സ്വീകരിക്കട്ടെ.